ഇവിടെ നമുക്ക് വേണമെങ്കിൽ കയറി കുറച്ച് നേരമൊക്കെ ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. പിന്നെ അവിടുന്ന് നമുക്ക് തിരിച്ച് മറ്റേ ഇതിൻ്റെ ബാക്കിയുള്ളൊരു മ്യൂസിയം ഉണ്ടല്ലോ, അവിടേക്ക് പോകാം. അവിടെയാണ് എൻക്ലേവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ചിത്രശാലയാണെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. അവിടെ ഇത് രഥവും അതിൻ്റെ പുറകിലൊരു ബാക്ക്ഗ്രൗണ്ടിൽ തിരുമനസ് ആ രഥത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു ചിത്രവും. അമ്മ മഹാറാണി സേതു പാർവതി ഭായ്. ചിത്ര തിരുനാൾ ബാലരാമവർമ്മ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന രഥം. ഇത് കുണ്ടറ വിളംബരത്തിൻ്റെ ഫോട്ടോയാണ്. കാണിമൂപ്പൻ്റെ ഓണം എന്നാണ് ഈ ചിത്രത്തിൻ്റെ പേര്. ധർമ്മരാജാവിൻ്റെ ചിത്രമാണ്. രാജാവ് വരച്ച ചിത്രങ്ങളൊക്കെയാണ്. ഇത് മരച്ചീനി കൃഷി ആദ്യമായിട്ട് തുടങ്ങിയതിൻ്റെ ഒരു ചിത്രമാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് ക്ഷേത്രപ്രവേശന വിളംബരം, അതിൻ്റെ ചിത്രമാണ്. തിരുനാളിൻ്റെ ചിത്രമാണ്. മഹാരാജാവിൻ്റെ തലപ്പാവും വാളും കണ്ണടയൊക്കെയാണ്. ഷൂ ഉണ്ട്. മണൽ കൊണ്ട് വരച്ച ചിത്രം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കിനി ഉത്സവത്തിൻ്റെ ഒരു ചിത്രമാണ്. അത് ഒരു വിടവാങ്ങൽ ചിത്രമെന്നാണ്. അപ്പോൾ ഇവിടുന്ന് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമാണ് അങ്ങോട്ട് പോകുന്നത്. വീണ്ടും മഴ പെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്, പക്ഷേ മഴ ആയതുകൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ബ്രൗണിയ എന്ന് പറഞ്ഞൊരു ചെടിയാണ് അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ അതിൻ്റെ ചുറ്റും ഇത് കെട്ടിയിട്ടേക്കാണ്. നമുക്ക് ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. ഇനി നമുക്ക് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം കൂടെ ഒന്ന് കാണാം. ഒരു ഹിസ്റ്ററി വിദ്യാർത്ഥി അല്ലെങ്കിൽ താല്പര്യം എന്ന നിലയിൽ നമുക്ക് ആ മ്യൂസിയം കൂടെ കാണാം.